യുഎന്നിലെ ചർച്ചയ്ക്കിടെ ഗസയിലെ ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഫോൺ നമ്പർ പുറത്തുവിട്ട ഇസ്രായേൽ അംബാസിഡർ ഗിലാദ് എർദാന് ഹമാസിന്റെ മറുപണി. എർദാന്റെ നമ്പർ പുറത്തുവിട്ടാണ് തങ്ങളുടെ നേതാവിനെ പരിഹസിച്ചതിന് ഹമാസ് തിരിച്ചടിച്ചത്. കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ സിൻവാറിന്റെ ചിത്രവും ഫോൺ നമ്പറുമുള്ള പ്ലേ കാർഡ് എർദാൻ ഉയർത്തി കാണിക്കുകയായിരുന്നു. വെടിനിർത്തലിന് സിൻവറിനെ വിളിക്കുമെന്നും കാർഡിൽ എഴുതിയിരുന്നു. ഇതിന് മറുപടിയായി അംബാസിഡറുടെ നമ്പർ ഹമാസ് വിതരണം ചെയ്യുകയായിരുന്നു. ഇതോടെ എർദാന്റെ ഫോണിലേക്ക് നിരവധി അധിക്ഷേപങ്ങളും ഭീഷണി സന്ദേശങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എർദാന് ലഭിച്ച സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും അയച്ചത് ഇന്തോനേഷ്യൻ ഫോൺ നമ്പറിൽ നിന്നാണ്. എർദാനെയും കുടുംബത്തെയും ഉടൻ കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണികളായിരുന്നു കൂടുതലും വന്നത്. അതിനിടെ ഷുജായിൽ ഹമാസിന്റെ ഒളിയാക്രമണത്തിൽ പതറിയിരിക്കുകയാണ് ഇസ്രായേൽ. വടക്കൻ ഗസയിൽ ഹമാസിനെ ഇല്ലാതാക്കിയെന്നും യുദ്ധം ഏകദേശം പൂർത്തിയാക്കിയെന്നുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചത്. ഇത് പ്രധാനമന്ത്രി നെതന്യാഹു സ്ഥിരീകരിക്കുകയും ചെയ്തു. തെക്കൻ ഗസയിൽ ഖാൻ യൂനിസ് എന്ന കടമ്പ കൂടി പിന്നിട്ടാൽ എല്ലാം ശുഭമെന്ന പ്രചരണത്തിനിടെയാണ് ഞെട്ടലായി 10 സൈനികരെ ഒരു ദിവസം കൊണ്ട് ഇസ്രായേലിന് നഷ്ടമായത്. ഒക്ടോബർ 7 ശേഷം ആദ്യമായാണ് ഇത്രയും സൈനികർ ഒരൊറ്റ ദിവസം കൊല്ലപ്പെടുന്നത്. 2 സീനിയർ കമാൻഡർമാരടക്കം 10 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് നടത്തിയ ഒളിയാക്രമണത്തിൽ ഷുജായിൽ 9 പേരും മറ്റിടത്ത് ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. 21 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇവരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. ജായയിലെ ഗസബ മേഖലയിൽ നേരിട്ടുള്ള യുദ്ധത്തിനിടെയായിരുന്നു 9 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത്. ഹമാസ് പോരാളികൾ പിൻവാങ്ങിയ കെട്ടിടത്തിൽ വീഡിയോ നിരീക്ഷണത്തിന്റെ അകമ്പടിയോടെ വീടുകൾ തോറും തിരച്ചിൽ നടത്താനെത്തിയതായിരുന്നു സംഘം. ഗോലാനി ബ്രിഗേഡിലെ ലെഫ്റ്റ് കേണൽ തോമർ ഗിൻബെർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒളിയാക്രമണത്തിന് ഇരയായത്. ആദ്യ സംഘം ഇസ്രായേൽ സൈനികർ അകത്ത് കയറിയതോടെ നേരത്തെ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആൾനാശം അറിയാതെ ഉള്ളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ അടുത്ത സംഘം വീണ്ടും എത്തിയതോടെയാണ് വീണ്ടും ഉഗ്രസ്ഫോടനം ഉണ്ടായത്. ഒരു കേണലും 4 മേജർമാരുമടക്കം 9 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. 2 ഡസനിലെ സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിന് പുറമെ ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും കൊണ്ട് ആക്രമണങ്ങളുണ്ടായി. മരിച്ചവരെയും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കാനെത്തിയ 3ാം സംഘവും ആക്രമിക്കപ്പെട്ടു. സമീപത്തായാണ് മറ്റൊരു സൈനികനും കൊല്ലപ്പെട്ടത്.